വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുതിയ CID ചാപ്റ്ററാണ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അലോഹങ്ങൾ എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CID ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? അലോഹങ്ങൾ എന്നാണ് അല്ലേ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ലോഹങ്ങൾ? ഏതൊക്കെയാണ് വരാം? ലോഹങ്ങൾ വരുന്ന ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം അല്ലേ. സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, പിന്നെ എന്തൊക്കെയാണ്? അലുമിനിയം, അയൺ, കോപ്പർ, ഗോൾഡ് എന്നിവയൊക്കെ എന്താണ്? ലോഹങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ് ലോഹങ്ങൾ വരിക? സോഡിയം വരും, പൊട്ടാസ്യം വരും, പിന്നെ മെഗ്നീഷ്യം, കാൽസ്യം, പിന്നെ അലുമിനിയം, അയൺ ഒക്കെ എന്താണ്? ലോഹങ്ങളാണ്. ഇനി ആ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അല്ലേ, ക്ലോറിൻ എന്നിവയൊക്കെ എന്താണ്? അലോഹങ്ങളാണ്. ഇനി ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? ഉപലോഹങ്ങൾ ഏതൊക്കെയാണ് വരാം? ബോറോൺ, അതുപോലെ സിലിക്കൺ, ജെർമേനിയം, പിന്നെ ആഴ്സനിക്, ആൻറ്റിമണി എന്നിവയൊക്കെ എന്താണ്? ഉപലോഹങ്ങളാണ്. ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മെറ്റൽസ് അറിയാവുന്ന ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽസ്യം, അലുമിനിയം, അയണൊക്കെ എന്താണ്? ലോഹങ്ങളാണ്. ഇനി അലോഹങ്ങളാണെന്നുണ്ടെങ്കിലോ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഇനി ഉപലോഹങ്ങളാണെങ്കിലോ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി ഒക്കെ എന്താണ്? ഉപലോഹങ്ങളാണ്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നിവ പ്രധാനപ്പെട്ട ചില അലോഹങ്ങളാണ്. ഇവ ഉൾപ്പെടുന്ന മൂലക കുടുംബങ്ങളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇവയുടെ നിർമ്മാണ രീതികളും ചില രാസഭൗതിക ഗുണങ്ങളും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് അലോഹങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിനൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട അലോഹങ്ങളാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിലെയും മറ്റു നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിലാണ് ഹൈഡ്രജൻ കാണപ്പെടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ്. അതുപോലെ തന്നെ എന്താണ്? സൂര്യനിലെയും മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ളത് ഏതാണ്? ഹൈഡ്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കുറവാണ് കാണപ്പെടുന്നത്, സ്വതന്ത്രമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹൈഡ്രജനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ആറ്റോമിക് നമ്പർ ഏതാണ്? എത്രയാണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ? എത്രയാണ്? 1 അല്ലേ. മാസ് നമ്പർ 1. ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ് വരിക? ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് വരിക? 1 അല്ലേ. നമുക്ക് പഠിച്ചിട്ടില്ലേ? H1 ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിൽ ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അടിയിലുള്ളതാണ്, മുകളിലുള്ളതാണ് മാസ് നമ്പറാണ്. ആറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണും പ്രോട്ടോണും. അപ്പോൾ ഇലക്ട്രോൺ 1, പ്രോട്ടോൺ 1. ഇനി ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടി? 0 കിട്ടി അല്ലേ. ഇനി ജലത്തിൽ ലയത്തം വെച്ചാൽ എന്താണ്? ലയിക്കുന്നുണ്ടോ, ലയിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിൽ ലയിത്തം എന്ന് വെച്ചാൽ ലയിക്കുന്നില്ല കേട്ടോ, ലയിക്കുന്നില്ല. ഇനി ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ. പ്രോട്ടീരിയം, അതുപോലെ തന്നെ
പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയൊക്കെയാണ് ഐസോട്ടോപ്പുകൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു. ഇനി പരീക്ഷണശാലയിലെ ഹൈഡ്രജൻ്റെ നിർമ്മാണം. എങ്ങനെയാണ് ഹൈഡ്രജൻ നിർമ്മിച്ചത്, ഹൈഡ്രജൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. എന്നാണ് 1766 ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ് കണ്ടെത്തുന്നത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പം അന്ന് പേരിട്ടിട്ടില്ല, അതിനെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കത്തുന്ന വായു എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജലമുണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രജൻസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന, അപ്പോൾ നമുക്കറിയാം ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോ എന്ന് വെച്ചെന്താണ്? വെള്ളമാണ്. പിന്നെന്താണ്? ജെൻസ് അല്ലേ, ഹൈഡ്രോജൻ ജനറേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മൾ, ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു അർത്ഥം വരുന്നതിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് വന്നത്. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ചിത്രം 7.1 കാണുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുക. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ഇന്നൊക്കെ ഈ ചിത്രമാണ് പറയുന്നത് കേട്ടോ. ചിത്രം 7.1 കാണപ്പെടുന്നത് പോലെ ചിത്രം നോക്കി. ഇതിലെന്താ പറയുന്നത്? ടെസ്റ്റ് ട്യൂബിൽ 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, അതിലൽപ്പം സിങ്ക് തരികൾ എടുക്കുക. നോക്കിയേ, ഇവിടെ നമുക്ക് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൽ എന്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സിങ്ക് തരികളും ഇട്ടിട്ടുണ്ട്. അടിയിൽ കണ്ടുകിടക്കുന്നത് സിങ്ക് തരികളും ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഉണ്ടായ വാതകം ഹൈഡ്രജൻ ആണോ? എങ്ങനെ സ്ഥിരീകരിക്കാം? അപ്പം ഇങ്ങനെ ഇടുമ്പോൾ എന്താണ് അവിടെ കാണപ്പെടുന്നത്? എന്താണ് വാതകം കാണപ്പെടുന്നത്? എന്താണ്? ഹൈഡ്രജൻ ആണോ? എങ്ങനെയാണ് നോക്കുന്നത്? എങ്ങനെയാണ് അത് ഹൈഡ്രജൻ ആണെന്ന് അറിയുന്നത്? എങ്ങനെയാണ്? ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കത്തിച്ച ഒരു ഈർക്കിൽ കഷ്ണം കൊണ്ടുവരിക. എന്താണ് നിരീക്ഷണം? ഒരു ഈർക്കിൽ കഷ്ണം, അതായത് ഒരു കത്തിച്ചിട്ടുള്ളത് അല്ലേ, കത്തിച്ചിട്ടുള്ളൊരു ഈർക്കിൽ കഷ്ണം കൊണ്ടുവരാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ? അപ്പോൾ ഒരു തീ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, ഒരു ഈർക്കിൽ കഷ്ണത്തിൽ തീ കത്തിച്ചിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് പൊട്ടില്ലേ, ഒരു വലിയൊരു ശബ്ദത്തോട് കൂടി ഇത് പൊട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹൈഡ്രജനാണ് അത് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം അല്ലേ? നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞിട്ടില്ല. അപ്പം ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കത്തിച്ചൊരു ഈർക്കിൽ കഷ്ണം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സൗണ്ടോട് കൂടിയിട്ട്, ചെറിയ സൗണ്ടോട് കൂടിയിട്ട് അത് പൊട്ടുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്? ഹൈഡ്രജനാണ് അവിടെ പൊട്ടിയത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഈ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച് രാസസമവാക്യം എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു അല്ലേ, അതിലേക്ക് സിങ്ക് ഇട്ടു. അപ്പം നമുക്ക് എന്ത് ചെയ്താം? സമവാക്യം Zn + 2HCl എന്താണ് കിട്ടുന്നുണ്ടായിരിക്കുക? സിങ്ക് ക്ലോറൈഡും കിട്ടും. അതുപോലെ തന്നെ എന്താ കിട്ടുക? ഹൈഡ്രജനും കിട്ടും. ഇതാണ് ഇവിടുത്തെ രാസസമവാക്യം. വ്യാവസായികമായി ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. എങ്ങനെയാണ്? ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഇനി ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ്റെ നിറമോ മണമോ ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല, വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്, ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഏത് മൂലകമാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്? നിറമില്ല, മണമില്ല, അതുപോലെ ജലത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല, വായുവിനേക്കാളും സാന്ദ്രത കുറവാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ്വയാറ്റോമിക തന്മാത്ര, H2 എന്നതിലാണ് എപ്പോഴും കാണപ്പെടുക. ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഇനി ഹൈഡ്രജൻ്റെ മറ്റ് രാസപ്രവർത്തനങ്ങൾ നോക്കാം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ നോക്കിയേ, ഓക്സിജനിൽ കത്തി. എപ്പോൾ എന്ത് സംഭവിച്ചത്? അവിടെ എന്തുണ്ടായി? ജലം ഉണ്ടായി. ഇനി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രോക്ലോറൈഡ് ഉണ്ടാകുന്നു. എന്താ പറയുന്നത്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ HCl ഉണ്ടാകുന്നു.
മുകളിൽ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുക? സംയോജനമാണോ, ആദേശമാണോ, വിഘടനമാണോ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സംയോജനം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് മൂലകങ്ങൾ തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം, അത് സംയോജന രാസപ്രവർത്തനമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചപ്പോഴാണ് ജലമുണ്ടായത്. അപ്പോൾ നമുക്ക് എന്ന് പറയാം, അത് സംയോജന രാസപ്രവർത്തനമാണ് പറയാം. ഇനി ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു, ഇന്ധനമായി ഉപയോഗിക്കുന്നു, വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ലോഹ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ഇന്ധനമായി ഉപയോഗിക്കുന്നു, വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ലോഹ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു, ഇന്ധനമായി ഉപയോഗിക്കുന്നു, വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ലോഹ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കിയേ. ഹൈഡ്രജൻ ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ചലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കലോറിക മൂല്യം എന്ന് വെച്ചാൽ, ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായിട്ട് ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന താപോർജ്ജമുണ്ടല്ലോ, സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചില ഇന്ധനങ്ങളും അവയുടെ കലോറിക് മൂല്യവും തന്നിട്ടുണ്ട്. കലോറിക മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഏതാണ് ഏറ്റവും കുറഞ്ഞ ഇന്ധനം? നോക്കി, ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജനാണ് അല്ലേ. ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതിനും കുറവാണ് മീഥേൻ, പിന്നെ പെട്രോൾ, പിന്നെ കൽക്കരി, അങ്ങനെ പോയിട്ട് കാർബൺ മോണോക്സൈഡിനാണ് കലോറിക മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഏതാണ്? അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ്. ഇനി കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ് അല്ലേ. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അപ്പോൾ ഹൈഡ്രജൻ വായു എന്ന് വെച്ചാൽ എന്താണ്? വായു എന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജൻ അല്ലേ. അതെ. അപ്പോൾ അങ്ങനെ ജ്വലിക്കുമ്പോൾ എന്തുണ്ടാകുക? വാട്ടർ ഉണ്ടാകും അല്ലേ, ജലമുണ്ടാകും. ഓക്കെ. അപ്പോൾ ഗ്രാഫ് വിശകലനത്തിൽ നിന്നും മറ്റു ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജന് കലോറിക് മൂല്യം കൂടുതലാണെന്ന് മനസ്സിലായി. ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ് ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കുന്ന മേന്മകൾ? ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിൻ്റെ ഫലമായി ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ്. അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ജലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്താണ്? മലിനീകരണം ഭയങ്കരമായിട്ട് കുറവാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്താണ്? ഉയർന്ന കലോറിക് മൂല്യമാണ് ഉള്ളത്. എന്നാലും ഇത്രയും മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. ചില പരിമിതികളാണ് ഇതിന് കാരണം. എന്തൊക്കെയാണ് പരിമിതികൾ? അതായത് ഹൈഡ്രജന് ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ മലിനീകരണം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കലോറിക് മൂല്യം കൂടുതലാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ മേന്മകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ അധികം ഉപയോഗിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാർഹിക ഇന്ധനമായിട്ട് എന്താണ് ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ശബ്ദത്തോട് കത്തുന്ന വാതകമാണെന്ന്. അപ്പോൾ ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. സംഭരിച്ച് വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. ഈ പരിമിതികൾ മറികടന്നാൽ ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായി മാറും. അപ്പോൾ ഈ പരിമിതികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സാർവത്രിക ഇന്ധനമാണെന്ന് പറയാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവ്, പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം മലിനീകരണം ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഹൈഡ്രജൻ ആണെന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? മലിനീകരണം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവൊക്കെ ഉണ്ടല്ലോ, അത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചാൽ കഴിയും. പക്ഷെ എന്താണ്? ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. സ്ഫോടനത്തോടെ കത്തുന്നു. അതുപോലെ തന്നെ സംഭരിച്ച് വെക്കാനും വിതരണം ചെയ്യാനൊക്കെ എന്താണത്? പ്രയാസമാണ്.
നിങ്ങൾക്കറിയാവുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെ അറിയാം ഹൈഡ്രജൻ സംയുക്തങ്ങൾ? ജലം എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ സംയുക്തമാണ് അല്ലേ? ജലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സംയുക്തമാണ്. അതുപോലെ തന്നെ ആസിഡുകളിൽ ഹൈഡ്രജൻ ഉണ്ട്. ആൽക്കലിയിലൊക്കെ എന്താണ് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? പിന്നെ എന്താ പറയുക, ഓയിൽ എന്താണ് ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിലും എന്താണ് ഹൈഡ്രജൻ്റെ സംയുക്തങ്ങളുണ്ട് അല്ലേ? പിന്നെ ഷുഗർ എന്നിവയിലൊക്കെ എന്താണ് ഹൈഡ്രജൻ സംയുക്തങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ പ്രധാനപ്പെട്ട സംയുക്തങ്ങൾ ഏതാണെന്ന് മനസ്സിലായി. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഇനിയും താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഹൈഡ്രജൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണെന്ന് നോക്കി. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ അവിടെ എന്താണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഹൈഡ്രജൻ്റെ സാന്ദ്രത വായുവിനേക്കാളും കുറവാണ്. ഇനി ഇന്ധനമായി ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഉയർന്ന കലോറിക് മൂല്യമാണ്, മലിനീകരണ സാധ്യത വളരെ കുറവാണ്, നിർമ്മിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ നോക്കി, ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോഴുള്ള സാധ്യത എന്ന് പറയുന്നതും ഇത് തന്നെ അല്ലേ? സെയിം തന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ എന്തൊക്കെ വരാം? ഹൈഡ്രജൻ ഇപ്പോൾ ഇന്ധന സെല്ലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ വാതകത്തിൻ്റെ ഉപയോഗം, അതായത് ബഹിരാകാശത്തും ഗതാഗത രംഗത്തൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ? ആഗോളതാപനം പരിമിതപ്പെടുത്തുന്നതിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും സമൃദ്ധമായ മൂലകമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇതിൽ പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ് എന്ന നിലകളിൽ സംഭരിച്ച് സൂക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഉയർന്ന ഇന്ധനക്ഷമത, പിന്നെ കുറഞ്ഞ പരിസര മലിനീകരണം എന്നിവയ്ക്കാണ് ഇന്ധനം ആയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത. ഇനി അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള അലോഹമാണ് കാർബൺ. നമുക്ക് ചുറ്റുമുള്ള മിക്കവാറും പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിരിക്കുന്നു. അനുദിനം പുതിയ കാർബൺ സംയുക്തങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയോ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളിലൊക്കെ എന്തുണ്ട്? കാർബൺ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ കാർബണിൻ്റെ സംയുക്തങ്ങളൊക്കെ ഇങ്ങനെ ഒരു ദിവസം കൂടുന്തോറും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും അതുപോലെ തന്നെ സംയുക്താവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നുണ്ട്. ഇനി പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് കാർബണിൻ്റെ സ്ഥാനം, ആറ്റോമിക് നമ്പറൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അറിയോ ഏതൊക്കെയാണ് വരാം? അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 അല്ലേ? കാർബൺ എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിൻ്റെ 6 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2, 4 എന്ന് വരും അല്ലേ? 6 ആണ് നമ്മുടെ ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ എന്താണ്? 2, 4 എന്ന് വരും. ഇനി പീരീഡ് ഏതാണ്? പീരീഡ് എത്രയാണ് വരിക? പീരീഡ് വരുന്നത് 2 ആണ് അല്ലേ? രണ്ടാമത്തെ പീരീഡിലാണ് കാണപ്പെടുന്നത്. ഇനിയും എന്താണ്? ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പി ബ്ലോക്കാണ് കേട്ടോ. പി ബ്ലോക്കിലാണ് കാണപ്പെടുക. പി ബ്ലോക്കാണ്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ബ്ലോക്ക് പി ബ്ലോക്കാണ്. ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് 14 കേട്ടോ. 14 ഗ്രൂപ്പ് വരുന്നത്. ഇനി വാലൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ആണ്. വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കാർബണിനെ കുറിച്ചിട്ട് കഴിഞ്ഞ പീരിയോഡിക് ടേബിളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കാർബൺ 6 ആണ്, 2, 4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ് ഏതാണ്? പീരീഡാണ് അത് എഴുതിയിരിക്കുന്നത്. എഴുതാനേ പറ്റുന്നുണ്ട്. പീരീഡ് എത്രയാണ്? 2 ആണ് വരുന്നത്. ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ പി ബ്ലോക്കാണ്. ഗ്രൂപ്പ് 14ാമത്തെ ഗ്രൂപ്പാണ്. വാലൻസ് എത്രയാണ്? 4 ആണ്. ഇത്രയും നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. കരി, കൽക്കരി, വജ്രം എന്നിവ നിങ്ങൾക്ക് പരിചിതമായ വസ്തുക്കളാണല്ലോ. കരി, കൽക്കരി, വജ്രം എന്നിവയൊക്കെ എന്താണ്? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ എന്തുണ്ട്? കാർബൺ ഉണ്ട് അല്ലേ? ഇവയെല്ലാം ഗുണങ്ങളിൽ വ്യത്യസ്തമാണ് അല്ലേ? കരിയുടെ അതേ പ്രയോജനമാണോ കൽക്കരി കൊണ്ട്? അല്ല. കൽക്കരി കൊണ്ടുള്ള അതേ പ്രയോജനമാണോ വജ്രം കൊണ്ട്? അല്ല അല്ലേ? അപ്പോൾ ഇവയുടെ ഗുണങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ കാർബൺ എന്ന മൂലകത്തിൻ്റെ വിവിധ രൂപങ്ങളാണിവ എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് എന്തൊക്കെ? കരി, കൽക്കരി, വജ്രം എന്നിവയൊക്കെ എന്താണ്? കാർബണിൻ്റെ വിവിധ രൂപങ്ങളാണ്.
വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നും പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ എന്ന് പറയുന്നു രൂപാന്തരങ്ങൾ എന്ന് പറയുന്നു. ഈ പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? രൂപാന്തരത്വം എന്നും പറയുന്നു. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങളെന്നും ഈ പ്രതിഭാസത്തെ എന്നും പറയുന്നു രൂപാന്തരത്വം എന്നും പറയുന്നു. ഇനി കാർബണിൻ്റെ രൂപാന്തരങ്ങളെ ക്രിസ്റ്റലീയം, അമോർഫസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. നോക്കി കാർബണിനെ നമുക്ക് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെന്നും അമോർഫസ് രൂപാന്തരങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവയൊക്കെ എന്താണ്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ അതുപോലെ തന്നെ ഗ്രഫീൻ എന്നിവ എന്തൊക്കെയാണ്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. ഇനി അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് പറയുമ്പോൾ ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവയൊക്കെ എന്താണ്? അമോർഫസ് രൂപാന്തരങ്ങളാണ്. ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ അമോർഫസ് രൂപാന്തരങ്ങളാണ്. അപ്പോൾ കാർബണിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെന്നും അമോർഫസ് രൂപാന്തരങ്ങളെന്നും. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ എന്നിവ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. അമോർഫസ് രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ. ഇനി ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് നിശ്ചിത ജ്യാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. ഇവയുടെ ക്രിസ്റ്റൽ ഘടനയിൽ കണങ്ങളെ ക്രമത്തിൽ അടുക്കിയിരിക്കുകയും ഇത് ത്രിമാന തരത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് വെച്ചാൽ വജ്രം, ഡയമണ്ട്, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. അതായത് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് എക്സാമ്പിളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വജ്രമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം ഏതാണ്? വജ്രമാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം ഏതാണ്? വജ്രമാണ്. വജ്രത്തിൻ്റെ സവിശേഷതകൾക്ക് കാരണം അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ്. നോക്കിയൊക്കെ ക്രിസ്റ്റൽ ഘടന കണ്ടില്ലേ? വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു? എത്ര എണ്ണമാണ് ഏർപ്പെടുന്നത്? നോക്കി 4 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. നോക്കി ഇപ്പോൾ നമ്മൾ ഈ ഒരു കാർബൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ 2, ഇത് 3, ഇത് 4 അല്ലേ. അപ്പോൾ 4 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ കാർബണിൻ്റെ സംയോജകത എത്രയായിരിക്കും? 4 തന്നെയായിരിക്കും. കാർബണിൻ്റെ സംയോജകത എത്രയാണ്? 4 ആയിരിക്കും. ഇനി വജ്രത്തിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉണ്ടോ? സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. നോക്കി ഇവിടെ നമുക്ക് വേറൊരു കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു കാർബൺ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അല്ലേ. അപ്പോൾ അങ്ങനെ 4 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സംയോജനത്തിൽ ഏർപ്പെടുന്നത്. ഈ ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. ഈ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഘടനയിൽ എന്തില്ല? സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണുകൾ കാണാനായിട്ട് സാധിക്കില്ല. നോക്കി ഇതൊക്കെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അതിനാൽ തന്നെ ഇവിടെ വജ്രം എന്ന് പറയുന്നത് വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അപ്പോൾ വജ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഉയർന്ന താപചാലകത, ഉയർന്ന അപവർത്തനാങ്കം. കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഉയർന്ന താപചാലകത, ഉയർന്ന അപവർത്തനാങ്കം. ആഭരണങ്ങൾ നിർമ്മിക്കുവാനും ഗ്ലാസ് മുറിക്കുവാനും വജ്രം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതിൽ നിന്ന് മനസ്സിലായില്ലേ അല്ലേ? കാഠിന്യമേറിയ പദാർത്ഥമാണ്, അതിനാലാണ് ഗ്ലാസ് മുറിക്കാനൊക്കെ വജ്രം ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഉയർന്ന താപചാലകതയാണ്, ഉയർന്ന അപവർത്തനാങ്കം, കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതി കടത്തിവിടുന്നില്ല എന്നിവയൊക്കെ പ്രധാനപ്പെട്ട വജ്രത്തിൻ്റെ സവിശേഷതകളാണ്. ഇനി അടുത്ത രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. നോക്കി ഗ്രാഫൈറ്റ് കണ്ടല്ലോ അല്ലേ. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്? എത്ര എണ്ണമാണ്?
അതിനു മുമ്പ് വജ്രത്തിൻ്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? കാഠിന്യമുണ്ട്, അതുപോലെ തന്നെ സുതാര്യമാണ്, തിളക്കമുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന അപവർത്തനാങ്കം, പൂർണ്ണ ആന്തര പ്രതിഫലന സാധ്യത ഒക്കെ എന്താണ്? വജ്രത്തിൻ്റെ മറ്റു സവിശേഷതകളാണ്. കാഠിന്യം, സുതാര്യം, തിളക്കം, ഉയർന്ന അപവർത്തനാങ്കം, പൂർണ്ണ ആന്തര പ്രതിഫലന സാധ്യത. ഓക്കെ, അപ്പോൾ ഇനി ഗ്രാഫൈറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗ്രാഫൈറ്റ് എന്നാണ് പറഞ്ഞു കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലീയ രൂപാന്തരമാണ് അല്ലേ. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? എത്രയാണ് വരുന്നത്? ഓക്കെ. ഇപ്പോൾ ഈ ഒരു കാർബൺ ആറ്റം എടുക്കാം. ഈ ഒരു കാർബൺ ആറ്റം എടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 2 അല്ലേ. ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 എണ്ണമായിട്ടാണ്. അതെ, ഇപ്പോൾ നോക്കി അടുത്തത് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, അങ്ങനെ 3 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. പഠിച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ വേറെ കാർബൺ ആറ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കാം. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കിയേ. ഇത് 1 അല്ലേ, ഇത് 2, നമുക്ക് വേറെ നോക്കി നോക്കാം കേട്ടോ. ഇവിടെ 2 എണ്ണമാണ് വരുന്നത്. ഇനി നമുക്ക് വേറെ നോക്കി നോക്കാം. ഇപ്പം ഇതാ നോക്കാം. ഇത് നോക്കി നോക്കിയേ. ഇതിനാണെന്നുണ്ടെങ്കിൽ 1 2 3 അല്ലേ, 3 എണ്ണമാണ് വരുന്നത്. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 1 2 3 അല്ലേ, 3 എണ്ണമാണ് വരുന്നത്. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 അല്ലേ. അപ്പോൾ 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റത്തിലെയും സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഒരെണ്ണമാണ്. ഓരോ കാർബൺ ആറ്റത്തിലെയും സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് വരിക? ഒരെണ്ണമാണ്. ഗ്രാഫൈറ്റ് വൈദ്യുതി കടത്തിവിടാനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കടത്തി വിടുന്നു. അപ്പോൾ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഗ്രാഫൈറ്റിൻ്റെ ഘടന. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിലുള്ള സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ ആകർഷണ ബലമാണ് ഉള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിയും. അതിനാൽ ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ ഇപ്പോൾ നോക്കി ഗ്രാഫൈറ്റ് എങ്ങനെയാണ്? ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണല്ലേ ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫൈറ്റിൻ്റെ പാളികൾക്കിടയിൽ എന്തുണ്ടാവില്ല? സഹസംയോജക ബന്ധനം ഉണ്ടായിരിക്കില്ല. അതായത് ദുർബലമായിട്ടുള്ള ആകർഷണ ബലമായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ദുർബലമായ ആകർഷണ ബലം എന്ന് വെച്ചാൽ ഈ പാളികൾക്ക് ആകർഷണ ബലം കുറവായ കാരണം തന്നെ പെട്ടെന്ന് തെന്നി മാറാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ തെന്നി മാറാനായിട്ട് കഴിയുന്ന കാരണം തന്നെ ഈ ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഗ്രഫീൻ എന്ന് പറയുന്നത് ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളാണ്. നോക്കി ചിത്രം 7.6. ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഫീൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്റ്റീലിൻ്റെ 200 ഭാരവും, അലുമിനിയത്തിന് 5 ഭാരവും. സ്റ്റീലിൻ്റെ 200 ഭാരം, അലുമിനിയത്തിന് 5 ഭാരം. ഉയർന്ന വൈദ്യുത ചാലകത, ഉയർന്ന താപചാലകത. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായി ഗ്രഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. അപ്പോൾ നാനോ ടെക്നോളജി രംഗത്താണ് കൂടുതലായിട്ട് ഗ്രഫീൻ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫുള്ളറിൻ.
കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമായ ഫുള്ളറീൻ്റെ ഘടന നൽകിയിരിക്കുന്നത് പരിശോധിക്കൂ. ഇതാണ് ഫുള്ളറിൻ. പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾക്കുള്ളത്. ഇവ ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ്? പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾക്കുള്ളത്. ഇവ എന്താണ് അറിയപ്പെടുന്നത്? ബക്കി ബോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻസ് ആണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവയെ എന്ന് വിളിക്കുന്നു? ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നു. ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നു. സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവയെ ബക്കി ട്യൂബ്സ് എന്നാണ് വിളിക്കുന്നത്. വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത് രൂപാന്തരങ്ങൾ? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. എന്തൊക്കെ പഠിച്ചു? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അമോർഫസ് രൂപാന്തരങ്ങളാണ്. അമോർഫസ് രൂപാന്തരങ്ങളിൽ ഏതൊക്കെയാണുള്ളത്? ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവയ്ക്ക് എന്താണ്? അമോർഫസ് രൂപാന്തരങ്ങളാണ്. നിയതമായ ക്രിസ്റ്റൽ ഘടന ഇല്ലാത്ത ഖരപദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ. അപ്പോൾ എന്താണ്? ക്രിസ്റ്റൽ ഘടനയൊന്നും ഉണ്ടായിരിക്കില്ല ഈ അമോർഫസ് രൂപാന്തരങ്ങൾക്ക്. ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവ കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. ഇനി ഗ്രാഫൈറ്റിൻ്റെ ഏതാനും ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ സവിശേഷതയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സവിശേഷതയാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ടായിരിക്കും. വൈദ്യുതി കടത്തിവിടുന്ന കാരണമാണ് ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ? ഈ ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട്, അതായത് വൈദ്യുതി കടത്തി വിടുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി പെൻസിലേറ്റ് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ എന്ത് സവിശേഷതയായിരുന്നു? വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെന്ന് അല്ലേ. ഇനി പെൻസിലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഇതിനെന്താണെന്ന് വെച്ചാൽ ചാരനിറമാണ് അല്ലേ. കാർബൺ എന്താണ്? ചാരനിറമാണ്. അതുപോലെ തന്നെ പേപ്പറിൽ അടയാളം ഉണ്ടാക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ പറഞ്ഞ പോലെ ഗ്രാഫൈറ്റിന് ഉണ്ട്. കാർബൺ ഗ്രാഫൈറ്റ് കേട്ടോ. അതുപോലെ തന്നെ പേപ്പറുമായിട്ട് അഡീഷൻ ബലം കൂടുതലാണ്. അതുപോലെ തന്നെ മൃദുലമാണ്. അതൊക്കെ കാരണമാണ് പെൻസിലിൽ ലെഡ് നിർമ്മിക്കുന്നതിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ചാരനിറമാണ്, പേപ്പറിൽ അടയാളം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പേപ്പറുമായിട്ട് അഡീഷൻ ബലം കൂടുതലാണ്, അതുപോലെ തന്നെ മൃദുലമാണ്. ഇനി നെക്സ്റ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്നേഹകമായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇത് മൃദുവാണ്. അതുപോലെ ദുർബലമായ ആകർഷണ ബലമാണുള്ളത്. അതിനാൽ തന്നെ പാളികൾക്ക് പരസ്പരം തെന്നി മാറാനായിട്ട് കഴിയും. അതിനാലാണ് ഇത് എന്തുമായിട്ട് ഉപയോഗിക്കുന്നത്? സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. മൃദുവാണ്, ദുർബലമായ ആകർഷണ ബലമാണുള്ളത്. അതിനാൽ തന്നെ പാളികൾക്ക് പരസ്പരം തെന്നി മാറാനായിട്ട് കഴിയും. ഇനി കാർബണിൻ്റെ സംയുക്തങ്ങൾ അല്ലേ. ഇനി ഗ്രാഫൈറ്റിൻ്റെയും വജ്രത്തിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തി താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വരാം? ഇപ്പോൾ ഗ്രാഫൈറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ബ്ലാക്ക് കളറാണ്, ഗ്രേ കളറാണെന്ന് പറഞ്ഞു അല്ലേ. ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആണ്, അതായത് കളറില്ല അല്ലേ. ഇനി എന്താണ്? ഗ്രാഫൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഹാർഡ്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഗ്രാഫൈറ്റിനാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആണെന്ന് പറയാം അല്ലേ. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. എന്നാൽ ഡയമണ്ട് എന്താണ്? കാഠിന്യം കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള കാരണം തന്നെ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. എന്നാൽ ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തി വിടുന്നില്ല. ഇനി മോഡറേറ്റ്, അതായത് ഇപ്പം നമുക്ക് പറയാം സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം അല്ലേ. ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെൻസിൽ, ബാറ്ററീസിൽ, ഇലക്ട്രോഡ്സിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഡയമണ്ട് ആണെങ്കിൽ എന്തിനൊക്കെയാണ്? ജ്വല്ലറി, അതുപോലെ തന്നെ കട്ടിങ് ടൂൾസ് മുറിക്കുന്നതിനായിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഡയമണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള സവിശേഷതകൾ മനസ്സിലായല്ലോ. ഇനി കാർബണിൻ്റെ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കാർബണിൻ്റെ സംയുക്തങ്ങൾ ഏതൊക്കെ കാർബണിൻ്റെ സംയുക്തങ്ങളാണ് അറിയുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതൊക്കെ അറിയാം? പിന്നെ ഗ്രാഫൈറ്റിൽ താപചാലകമാണ് കേട്ടോ. വജ്രം എന്ന് പറയുന്നത് താപചാലകമാണ്. ഗ്രാഫൈറ്റും എന്ന് തന്നെയാണ് താപചാലകമാണ്. ഇത് രണ്ടും താപചാലകമാണ്. ഗ്രാഫൈറ്റിൽ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്, വജ്രമാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ.
ഇനി നെക്സ്റ്റ് വരുന്നത് കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്ന കാർബൺ സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത്? ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അറിയാമല്ലോ, അറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം, കാർബൺ മോണോക്സൈഡ് അറിയാം അല്ലേ. പിന്നെ എന്താണ് ഷുഗറിൽ നമുക്കറിയാം അല്ലേ. എന്താണ് ഷുഗറിൻ്റെ ഫോം എന്താണെന്നറിയോ? C2H22O11 എന്നല്ലേ ഷുഗറിൻ്റെ അല്ലേ. അപ്പോൾ അതിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട് അല്ലേ, കാർബൺ ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Na2CO3 സോഡിയം കാർബണേറ്റ് അല്ലേ, NO2CO3. പിന്നെന്താ CaCO3 കാൽസ്യം കാർബണേറ്റ്. പിന്നെ H2CO3 എന്നിവയിലൊക്കെ എന്താണ്? കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ നമുക്കറിയാം, കുറേ കാർബൺ സംയുക്തങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് അറിയാവുന്ന ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡൊക്കെ ഇതിൽ കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇവയിൽ കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും ചേർന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോഴും കാർബണും ഓക്സിജനും മാത്രം ചേർന്നിട്ടുള്ള സംയുക്തമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണോ കാർബണിക സംയുക്തങ്ങളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംയുക്തം ഏതാണ്? കാർബൺ അല്ലെങ്കിൽ കാർബണിക സംയുക്തങ്ങൾ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംയുക്തം ഏതാണ്? അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം ചോദിച്ചിട്ടുണ്ട് അല്ലേ, പറയുന്നുണ്ട് അല്ലേ. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണം. ചിത്രങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇതാണ് നമ്മുടെ ചിത്രം. ഓക്കെ, ഇവിടെ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ജാറിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുണ്ട് അല്ലേ. പിന്നത്തേലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ലായനിയിൽ അല്ലേ. പിന്നെ ഒരു ഫണൽ മുകളിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെ അഭികാരകങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ് അല്ലേ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നതാണ് ഒരു അഭികാരകമാണ്. അതുപോലെ തന്നെ ഇവിടെ HCl അല്ലേ, ഡൈല്യൂട്ട് ആയിട്ടുള്ള HCl ഉപയോഗിച്ചിട്ടുണ്ട്, നേർപ്പിച്ച HCl ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്? ഇവിടുത്തെ അഭികാരകമാണ്. ഇനി ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എങ്ങനെയാണ്? കാൽസ്യം കാർബണേറ്റ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്ത് കിട്ടി? CaCl2 ഉണ്ടായി, ജലം ഉണ്ടായി, പിന്നെ എന്തുട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ കാൽസ്യം ക്ലോറൈഡും ജലവും കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടായത്. ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വാതകമെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അതായത് കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലഭിക്കുന്നു. എന്താ പറയുന്നത്? കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ എന്ത് ലഭിച്ചു നമുക്ക്? എന്താ ലഭിച്ചിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് ലഭിച്ചത്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറമായി. അപ്പോൾ ഇവിടെ കളർ വ്യത്യാസം സംഭവിച്ചു അല്ലേ. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായതിനാൽ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ ഉണ്ടായിട്ടുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയാം. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഹൈഡ്രജൻ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് പൊട്ടിയില്ലേ, വലിയൊരു ശബ്ദത്തോടു കൂടി പൊട്ടാണ് ചെയ്തത്. അപ്പോഴാണ് അവിടെ ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടപ്പോൾ പാൽ നിറമായപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായിരുന്നത് മനസ്സിലായി അല്ലേ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കുന്നതിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിനും എന്ത് ഉപയോഗിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്നതാണ് കാർബോജനാണ്. അതിൽ ഉപയോഗിക്കുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് അറിയപ്പെടുന്നത്? ഡ്രൈ ഐസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത് സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാനാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു, സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബജനിൽ ഉപയോഗിക്കുന്നു. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഡ്രൈസ് എന്നാണ് അറിയപ്പെടുക. ഈ ഡ്രൈസ് ഉപയോഗിക്കുന്ന സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെ അധികം കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്, കാർബണിൻ്റെ അളവ് വളരെ അധികം കൂടുക അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള വാതകം ഏതാണ്? കാർബണും ഓക്സിജനും കൂടി പ്രവർത്തിച്ചപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? 2 കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടായത്. ഇതൊരു വിഷവാതകമാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഇതാണ് കാർബോക്സി ഹീമോഗ്ലോബിനാണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും ഉണ്ടാവുക? കാർബമിനോ ഹീമോഗ്ലോബിനാണ്. അപ്പോൾ തെറ്റാതെ പഠിക്കുക. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നതാണ്. ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് ഇടയാകുകയും ചെയ്യുന്നു. ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുന്നു. ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണത്തിന് കാരണമാകും. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു, വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു, വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ടും ഉപയോഗിക്കുന്നു. ഇനി കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അപ്പോൾ കാർബൺ അടങ്ങിയ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും അറിയാമല്ലേ? അതായത് അലക്കുകാരം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്കുകാരം, അപ്പക്കാരം, മാർബിൾ എന്നിവയൊക്കെ എന്താണ്? ഈ കാർബണേറ്റുകളാണ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കാർബൺ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് കാർബണേറ്റുകൾ എന്നും ബൈകാർബണേറ്റുകൾ എന്നും പറയുന്നത്. ഇതിൽ അലക്കുകാരം എന്ന് പറയുന്നത് കാർബണേറ്റ് ആണ്. അപ്പക്കാരം അതുപോലെ തന്നെ മാർബിളൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിളാണ്. ഇങ്ങനെ കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഈ കാർബണേറ്റും ബൈകാർബണേറ്റും. ഓക്കെ, അപ്പോൾ കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അതിന് എക്സാമ്പിളാണ് അലക്കുകാരം, അപ്പക്കാരം, മാർബിൾ എന്നിവ. കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഈ കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഇനി ഈ കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നോക്കിയൊക്കെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കാം. അപ്പോൾ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. ഈ വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാം. അതായത് ലവണ ലായനിയിലേക്ക് ആദ്യം തന്നെ ബേരിയം ക്ലോറൈഡ് ലായനി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബേരിയം ക്ലോറൈഡ് ലായനി ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചൊരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടായി. അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഉണ്ടായിരിക്കാം? ലയിച്ചിട്ടുണ്ടായിരിക്കും. ഈ വെളുത്ത അവക്ഷിപ്തം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലയിച്ചിട്ടുള്ളത് എന്താണ്? ഈ ലയിച്ചിട്ടുള്ള ലവണം എന്ന് പറയുന്നത് ഇതായിരിക്കും, കാർബണേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? വെളുത്ത അവക്ഷിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നുണ്ട്. ഇങ്ങനെ ലയിക്കുന്നുവെങ്കിൽ തന്നിരിക്കുന്ന ലവണം എന്ത് തന്നെയാണ്? കാർബണേറ്റ് ആയിരിക്കും. അതായത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഈ അവക്ഷിപ്തം ലയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇതൊരു കാർബണേറ്റ് ആണെന്ന് പറയാം. ഇനി ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സവിശേഷതകൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ
ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സവിശേഷതകൾ? നിറമുണ്ടോ, നിറമില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അത് ജ്വലിക്കുന്നുണ്ടോ, ജ്വലിക്കുന്നില്ലേ എന്ന് കമൻറ്റ് ചെയ്യോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് എന്താണ്? എ കോളത്തിൽ കൊടുത്തിരിക്കുന്നവയ്ക്ക് യോജിച്ചവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. അലക്കുകാരം എന്ന് പറയുന്നത്, അലക്കുകാരം എന്ന് വെച്ചാൽ ഏതാണ്? Na2CO3 10H2 ആണ് അല്ലേ. അലക്കുകാരം എന്ന് വെച്ചാൽ Na2CO3 10H2O ആണ്. ഇനി കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചാലോ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചാൽ വാട്ടർ ഗ്യാസ് ഉണ്ടാകും. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചാൽ വാട്ടർ ഗ്യാസ് ഉണ്ടാകുന്നു. ഇനി അപ്പക്കാരം എന്ന് പറയുന്ന ഇതാണ് NaHCO3 ആണ്. അപ്പക്കാരം NaHCO3 ആണ്. പലക്കുകാരം എന്താണ്? Na2CO3 10H2O. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ വാട്ടർ ഗ്യാസ്. അപ്പക്കാരം എന്ന് വെച്ചാൽ NaHCO3 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമുക്ക് കാർബണിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് അലോഹമായിട്ടുള്ള നൈട്രജനിലേക്ക് കിടക്കാം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. അതായത് നമ്മൾ ഹൈഡ്രജൻ എന്തായിരുന്നു പറഞ്ഞത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിരുന്നു അല്ലേ. എന്നാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ ജീവനുള്ള വസ്തുക്കളിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും അത്യാവശ്യമാണ് നൈട്രജൻ. സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ നിഷ്ക്രിയമാണ്. എന്തുകൊണ്ടാണ് സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ നിഷ്ക്രിയമാണ് എന്ന് പറയാൻ കാരണം? ഈ നിഷ്ക്രിയ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന് രാസപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവണതയാണ്. എന്താണ് നിഷ്ക്രിയം എന്ന് വെച്ചാൽ? ഒരു പദാർത്ഥത്തിന് രാസപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാനുള്ള പ്രവണതയാണ് നിഷ്ക്രിയ സ്വഭാവം എന്ന് പറയുന്നത്. നൈട്രജൻ തന്മാത്രയിൽ 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ ത്രിബന്ധനം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് കോവാലൻ ബോണ്ടാണ് ഇവിടെ വരുന്നത്. അതായത് ത്രിബന്ധനമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ട്രിപ്പിൾ കോവാലൻ ബോണ്ടാണ് വരുന്നത്, ത്രിബന്ധനമാണ് വരുന്നത്. അതായത് നൈട്രജൻ തന്മാത്രയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ എന്താണ്? ത്രിബന്ധനമാണ്. ഏകബന്ധനം ത്രിബന്ധനമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ത്രിബന്ധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ല ശക്തമായിട്ടുള്ള ഈ ഒരു ബന്ധനം, ഈ ത്രിബന്ധനം എന്ന് വെച്ചാൽ എന്താണ്? നല്ല ശക്തമായിട്ടുള്ള ബന്ധനമാണ് അല്ലേ. 3 ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബന്ധിക്കുമ്പോൾ ഇത് വിച്ഛേദിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല, ഇത് ഈ ബോണ്ട് പൊട്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം എന്താണ്? ഇത് ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കും? അതിനാൽ നൈട്രജൻ സാധാരണ അവസ്ഥയിൽ നിഷ്ക്രിയമാണ്. എന്നാൽ തന്നെ സാധാരണ അവസ്ഥയിൽ ഈ നൈട്രജൻ എന്ന് പറയുന്നത് നിഷ്ക്രിയമാണ്. അപ്പോൾ എന്താണ് നിഷ്ക്രിയ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാനുള്ള പ്രവണതയാണ് നിഷ്ക്രിയ സ്വഭാവം എന്ന് പറയുന്നത്. നൈട്രജൻ ട്രിപ്പിൾ കോവാലൻ ബോണ്ട്, അതായത് ത്രിബന്ധനമാണ്. അതായത് ഇതിന് നല്ല സ്ട്രോങ്ങർ ആയിരിക്കും ആ ബോണ്ട് അല്ലേ. അതിനാൽ തന്നെ സാധാരണ അവസ്ഥയിൽ അതിന് ഈ രാസപ്രവർത്തനങ്ങളൊന്നും നടത്താനായിട്ട് പറ്റുന്നില്ല. രാസപ്രവർത്തനങ്ങൾ തടയാനുള്ളൊരു ശേഷി വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ് എങ്കിൽ ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകമാണ് നൈട്രജൻ. ഓക്കെ, ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം നൈട്രജൻ ആണ്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഇനി സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജൻ നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. സസ്യങ്ങൾക്ക് നൈട്രജൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ സസ്യങ്ങൾക്ക് നേരിട്ടിട്ടൊന്നും ഈ നൈട്രജൻ എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ ഒരു റൈസോബി എന്ന് പറയുന്ന ഒരു കാര്യം അറിയാലോ അല്ലേ. ചില ചെടികളുടെ വേരുകളിൽ റൈസോബി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയ്ക്ക് ഈ നൈട്രജൻ ആഗിരണം ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ പറയുന്നതാണ് അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്
എങ്ങനെയാണ്? അതിലൊന്നാണ് ഇടിമിന്നലിലൂടെ നൈട്രജൻ സാധ്യമാകും. എങ്ങനെയാണ്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നൈട്രജൻ എന്താണ്? ത്രിബന്ധനമാണ്. അതിനാൽ തന്നെ ഈ ബോണ്ട് എന്ന് പറയുന്നത് പൊട്ടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടും. അപ്പോൾ ഈ നൈട്രജൻ എന്ത് സംഭവിക്കും? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും അല്ലേ? നൈട്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇപ്രകാരം ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് എന്ത് സംഭവിക്കും? കൂടുതൽ ഓക്സിജനുമായിട്ട് സംയോജിച്ചിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ആദ്യം ഉണ്ടായില്ലേ? നൈട്രജൻ ഓക്സൈഡാണ് ആദ്യം ഉണ്ടായത്, നൈട്രജനും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട്. അതിനുശേഷം വീണ്ടും ഇത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ NO എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് വീണ്ടും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടായി, 2NO2 ഉണ്ടായി. എന്നിട്ട് ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മണ്ണിലെത്തുന്നു. അപ്പോൾ ഈ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടായി. ഈ നൈട്രജൻ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മഴവെള്ളത്തിൽ ലയിക്കും. അങ്ങനെയാണ് നൈട്രജൻ എങ്ങോട്ടേക്ക് എത്തുന്നത്? മണ്ണിലേക്ക് എത്തുന്നത്. അപ്പോൾ നൈട്രജൻ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഈ മഴവെള്ളത്തിൽ ലയിക്കുകയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നൈട്രിക് ആസിഡായിട്ട് മണ്ണിലേക്ക് എത്തുന്നത്. നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന നൈട്രേറ്റ് ലവണങ്ങളെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഇടിമിന്നലിലൂടെ നമുക്ക് നൈട്രജൻ ലഭിക്കും. നമുക്ക് എല്ലാ സസ്യങ്ങൾക്ക് നൈട്രജൻ ലഭിക്കും. എങ്ങനെയാണ് സസ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള മൂലകമാണ് നൈട്രജൻ. എങ്ങനെയാണ് ലഭിച്ചത്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനമാണ് ഈ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെട്ടിട്ട് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് സംഭവിച്ചു? ആദ്യം തന്നെ നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി. എന്നിട്ട് വീണ്ടും ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് തന്നെ അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുകയാണ്. എന്നിട്ട് ഇത് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ട് എന്ത് സംഭവിക്കും? നൈട്രിക് ആസിഡായിട്ട് മണ്ണിലെത്തും അല്ലേ? ഇതാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായിട്ട് വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നൈട്രേറ്റ് ലവണങ്ങളെയാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. ഈ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷം നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ, നൈട്രജൻ ഫിക്സേഷൻ വഴി ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ എന്തുണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് ചില പയർ ചെടികളിൽ അല്ലെങ്കിൽ എല്ലാ പയർ ചെടികളിലും വേരുകളിൽ റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഈ ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ സസ്യങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് ആക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? എങ്ങനെയൊക്കെയാണ് സസ്യങ്ങൾക്ക് കൂടുതലായിട്ട് മൂലകം ലഭിക്കുന്നതിനായിട്ട് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? ജൈവവള പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? രാസവള പ്രയോഗവും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ജൈവവളവും രാസവളവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ജൈവവളം എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. രാസവളമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ജൈവവളം മാത്രം നമുക്ക് നോക്കാം. പരിസ്ഥിതി സൗഹൃദമാണ്. മണ്ണിൻ്റെ സ്വാഭാവികത അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ടായിരിക്കും. പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലത്ത് താമസം വരാം. ജൈവവളം എന്ന് പറയുമ്പോൾ എന്താണ്? പോഷകങ്ങൾ കിട്ടാനായിട്ട് കുറച്ച് താമസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾക്കൊന്നും നാശം അവിടെ സംഭവിക്കില്ല അല്ലേ? സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കില്ല. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലേ? ജൈവവളമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മലിനീകരണ സാധ്യത കുറയ്ക്കുന്നുണ്ട്. ഇനിയും രാസവളമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിളവ് ലഭിക്കും. പിന്നെ രാസവളമാണെന്നുണ്ടെങ്കിൽ ലഭ്യത കൂടുതലാണ് അല്ലേ? അതുപോലെ തന്നെ 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. അതായത് NPK വളമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അതിൽ നൈട്രജൻ ഉണ്ടാവും, ഫോസ്ഫറസ് ഉണ്ടാവും, പൊട്ടാസ്യം ഉണ്ടായിരിക്കും. ഇനി മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ടായിരിക്കും അല്ലേ? രാസവളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജൈവഘടനയിൽ തന്നെ മാറ്റം വരുത്താം. അതുപോലെ തന്നെ മണ്ണിൻ്റെ അമ്ലത വർദ്ധിപ്പിക്കുന്നു, മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജൈവവളവും രാസവളവും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു അല്ലേ? ജൈവവളം എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അവിടെ വലിയ ജൈവഘടനയിൽ നിന്ന് മാറ്റം വരില്ല. അതുപോലെ തന്നെ കാലതാമസം പിടിക്കും അല്ലേ? ഇതിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് അധികം സമയം വേണ്ടി വരും. അതുപോലെ തന്നെ മലിനീകരണ സാധ്യത ഒന്നുമില്ല അല്ലേ? രാസവളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ എല്ലാ മൂലകങ്ങളും കൂടിയിട്ടുള്ളത് അല്ലേ? എല്ലാ 3 പോഷകഘടകങ്ങളും കൂടിയിട്ടുള്ളതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയും കാർഷിക മേഖലയിൽ ശാസ്ത്രീയവും വിവേകപൂർവ്വവുമായ വളപ്രയോഗമാണ് അവലംബിക്കേണ്ടത്. നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങൾ ഏതൊക്കെയാണ്? നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നൈട്രജൻ അല്ലേ? നൈട്രജനോ നിറമില്ല, മണമില്ല. എന്നാൽ ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ
ലയിക്കുള്ളൂ. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. ദ്രവീകരിക്കാൻ എന്താണ്? പ്രയാസമാണ്. അപ്പോൾ നൈട്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് നൈട്രജൻ ഉപയോഗിക്കുന്നു അല്ലേ? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായി ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് നൈട്രജനാണ്. ദ്രവീകരിച്ച നൈട്രജൻ എന്താണ്? ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനായിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? നൈട്രജൻ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നൈട്രജനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് എന്ത്? പ്രാണവായു എന്നറിയപ്പെടുന്ന ഈ ഓക്സിജൻ. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഓക്സിജൻ അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ എന്തൊക്കെ സ്വതന്ത്രാവസ്ഥയിലോ അല്ലെങ്കിൽ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഈ ഓക്സിജൻ അല്ലേ? ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ്? അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഈ ഓക്സിജൻ കാണപ്പെടുന്നുണ്ട്. അത് സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടാം അല്ലെങ്കിൽ സംയുക്താവസ്ഥയിൽ കാണപ്പെടാം. ഇനി പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്ന വിധം. എങ്ങനെയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത്? പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ രാസപ്രവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അഭികാരകം ഏതാണ്? KMnO4 ആണ് അല്ലേ? KMnO4 അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എടുത്തിരിക്കേണ്ടത്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിലെടുത്ത് ചൂടാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചൂടാക്കിയപ്പോൾ ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടി കൊള്ളി കടത്തി വെച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഇത് കത്തുന്നത് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്താണ്? ആളി കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടി കൊള്ളി കടത്തി വെച്ചാൽ ആളി കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം പൂർത്തിയാക്കുക. എങ്ങനെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം കടത്തിവിട്ടപ്പോൾ പൊട്ടാസ്യം മാഗ്നേറ്റ് ആയി അല്ലേ? പൊട്ടാസ്യം മാഗ്നേറ്റ് ആയി. അതുപോലെ തന്നെ മാംഗനീസ് ഡൈ ഓക്സൈഡ് ഉണ്ടായി. പിന്നെ എന്തുണ്ടായത്? ഓക്സിജനും ഉണ്ടായി അല്ലേ? ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ ഭൗതിക ഗുണങ്ങൾക്ക് യോജിച്ചവ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് ഓക്സിജനെ കുറിച്ചിട്ട് അറിയാവുന്ന? ഏതൊക്കെയാണ്? ഓക്സിജന് നിറമുണ്ടോ? നമ്മൾ ശ്വസിക്കുന്നതിന് നിറമുണ്ടോ? ഇല്ല. ഗന്ധമുണ്ടോ? ഓക്സിജന് നിറം വരുന്നുണ്ടോ? ഇല്ല. ഗന്ധം വരുന്നുണ്ടോ? ഇല്ല. ഇനി ജലത്തിൽ ലയിക്കുന്നുണ്ടാവോ? ലയിക്കുന്നുണ്ടാവും അല്ലേ? ജലത്തിൽ ലയിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വാട്ടർ ഉണ്ടാവുന്ന എങ്ങനെയെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ എന്താണ്? ജ്വലന സ്വഭാവം. ജ്വലിക്കുന്നുണ്ടോ? കത്തുന്നുണ്ടോ? അത് കത്താൻ സഹായിക്കുകയാണോ ചെയ്യുന്നത്? ഓക്സിജൻ കത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കത്താൻ സഹായിക്കുകയാണോ ചെയ്യുന്നത്? കത്താൻ സഹായിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ചെയ്യുന്നത്. ഇനി ഓക്സിജൻ്റെ കണ്ടുപിടുത്തം. 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചതാരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. പക്ഷെ അദ്ദേഹം പേരൊന്നും ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ എന്ന് പറയുന്ന പേര് നൽകിയത് ആരാണ്? ലവോസിയാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജൻസ് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. അതായത് ഓക്സിജൻസ് അല്ലേ? അതായത് ഓക്സിജൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈഡ്രജൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോ വാട്ടറാണ്. ജീൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരർത്ഥമാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്സി എന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഓക്സി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്സി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ ടേംസ് ഉപയോഗിക്കുന്ന ആസിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അപ്പോൾ ആസിഡ് ഉണ്ടാക്കുക എന്നർത്ഥത്തിലാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്ന പേര് വന്നത്. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് അല്ലേ? ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? കൂടുതലായിട്ട് ഓക്സിജൻ ഉണ്ടാകുക വ്യാവസായികമായിട്ട്. അപ്പോൾ ഈ ജലത്തിൽ വൈദ്യുത വിശ്ലേഷണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി. ഇനി ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട രാസഗുണങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നുണ്ട്. ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നുണ്ട്. കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാക്കുന്നു. അല്ലേ? കാർബൺ ആയിട്ട് ഓക്സിജൻ പ്രവർത്തിച്ചു, അപ്പോൾ എന്ത് സംഭവിച്ചു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇനി ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു, അപ്പോൾ എന്ത് സംഭവിച്ചു? ജലം ഉണ്ടായി. അല്ലേ? ജലം ഉണ്ടായി. വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഇതിന് കാരണം എന്താണ്? ചില ലോഹങ്ങളുമായിട്ട് ഓക്സിജൻ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ തിളക്കം നഷ്ടപ്പെടും. എന്താണ് ഇത്? ഈ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണെന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഓക്സിജൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തിളക്കം നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഓക്സിജൻ ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് അവയുടെ ഓക്സൈഡുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സൈഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാരണമാണ് ഈ ലോഹങ്ങൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഈ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ജ്വലന സഹായിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഓക്സി അസറ്റലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. ജ്വലന സഹായി, അതുപോലെ തന്നെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഓക്സി അസറ്റിലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. ഇനി ഓസോൺ എന്ന് വെച്ചാൽ ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. നമുക്കറിയാം അല്ലേ? ഓക്സിജൻ എന്ന് പറയുന്നതാണ് ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. എന്നാൽ ഈ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാക്കുന്ന തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. O3 എന്ന് വെച്ചെന്താണ്? ഓസോണാണ്. ഓസോൺ എന്ന് വെച്ചെന്താണ്? 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. എവിടെയാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? 3 പാളികളൊക്കെ പഠിച്ചിട്ടില്ലേ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇതിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജ്ജം കൂടിയ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായി സംയോജിച്ച് ഓസോൺ തന്മാത്രകളായി മാറുന്നു. അന്തരീക്ഷ ഓക്സിജന് ഊർജ്ജം കൂടിയ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്തിട്ട് വിഘടിക്കും. അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓസോൺ തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം ഇങ്ങനെയാണ് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നടക്കുക. അതായത് ഓക്സിജനിലെ അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടാണ് അല്ലേ? അതായത് അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യാണ്. അങ്ങനെ ആഗിരണം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇവ വിഘടിച്ചിട്ട് ഓക്സിജൻ ആയിട്ടുണ്ടായി അല്ലേ? അപ്പോൾ ദ്വയാറ്റോമിക് ആയിരുന്നു, പിന്നീട് എന്തായിട്ട് മാറിയത്? ഓക്സിജനായിട്ട് മാറി. എന്നിട്ട് ഈ ഓക്സിജൻ എന്ത് സംഭവിച്ചു അല്ലേ? ഇങ്ങനെ എന്തിനു ശേഷം ഈ ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ചു. ഈ ഓക്സിജൻ ആറ്റങ്ങൾ ഈ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ചു. എന്നിട്ടാണ് ഓസോൺ ഉണ്ടാക്കുന്നത്. ഓസോൺ ഊർജ്ജം കുറഞ്ഞ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായിട്ട് മാറുന്നു. ഈ ചാക്രിക പ്രവർത്തനത്തിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ ഊർജ്ജത്തിനായിട്ട് സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായ ഇത്തരം വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്തുന്നില്ല. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഈ ഓസോൺ എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിനായിട്ട് കൂടുതലായിട്ട് എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ? അൾട്രാ വയലറ്റ് വികിരണങ്ങൾ വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഉപയോഗിക്കുന്ന കാരണം തന്നെ നമ്മളെ അന്തരീക്ഷത്തിലേക്ക് അൾട്രാവയലറ്റ് വികിരണങ്ങൾ അധികമായിട്ട് എത്തുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് എന്ന് പറയാം? ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് വാതകമാണെന്ന് പറയാം. ഓക്കെ, ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളെയാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC എന്ന് പറയുന്നത്. ഇവയെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകുന്നതിനാൽ റഫ്രിജറേറ്ററുകൾ, AC മുതലായവയിലും ഇവ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഈ ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഈ നല്ല തണുപ്പുണ്ടാകുന്ന കാരണം തന്നെ
തന്നെ റെഫ്രിജറേറ്ററിലും AC-യിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായിട്ട് ഉപേക്ഷിക്കുമ്പോൾ CFC പുറത്തു വരാൻ കാരണമാക്കും. അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്, കേടായപ്പോൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് വരും? ക്ലോറോ ഫ്ലൂറോ കാർബൺസ് വരും. ഓസോൺ പാളിയുടെ ശോഷണത്തിന് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ കാരണമാകുന്നുണ്ട്. CFCക്ക് പകരം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ CFCക്ക് പകരം ഇപ്പോൾ ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, അതുപോലെ ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവയിൽ എന്തൊക്കെയാണ്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, അതുപോലെ തന്നെ ഖര കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം ഇതിൽ കാർബണിന് പകരം എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയയും ഖര കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം? എന്നാണ് സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഇനി എന്താണ് ഓസോൺ പാളിയുടെ ശോഷണം? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാക്കുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. എന്താ പറയുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത്. എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എത്താണെന്നുണ്ടെങ്കിൽ, അല്ലെ, അന്തരീക്ഷത്തിൽ കലരുകയാണെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ, എന്നിട്ട് അത് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്താണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുണ്ട്? ഓസോൺ ഉണ്ട് അല്ലേ? അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ വിഘടിച്ചുണ്ടാക്കുന്ന ഈ ക്ലോറിൻ ഉണ്ടല്ലോ, ഈ ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റും. ഇത് ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവർത്തനത്തെ തന്നെ അസന്തുലിതമാക്കും. അന്തരീക്ഷത്തിലെ ഓസോൺ ഉണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ആഗിരണത്തെ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓസോണിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓസോൺ പാളിയുടെ ശോഷണം എന്തായിരുന്നു? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ കലരുമ്പോൾ ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ എത്താണെന്നുണ്ടെങ്കിൽ ഇത് സ്വയമായിട്ട് വിഘടിച്ചിട്ട് എന്താ ഉണ്ടാവുക? ക്ലോറിൻ ഉണ്ടാവും അല്ലേ? ഈ ക്ലോറിന് ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് അളവുകളൊക്കെ അല്ലേ വ്യത്യാസപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അലോഹമാണ് ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. ഇതിൻ്റെ ഗന്ധത്തിന് കാരണം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിലെ ക്ലോറിൻ്റെ സാന്നിധ്യമാണ്. ക്ലോറിന് ക്രിയാശീലം കൂടുതലായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധം എന്ന് വെച്ചാൽ എന്താണ്? അറിയാമല്ലോ അല്ലേ? അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ക്ലോറിനാണ് അല്ലേ? അതായത് ഇതിൻ്റെ ഗന്ധത്തിന് കാരണം ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിൻ്റെ സാന്നിധ്യമാണ്. ക്ലോറിന് ക്രിയാശീലം കൂടുതലായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ ഇത് കാണപ്പെടുന്നില്ല. ഇനി ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ് അല്ലേ? ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് വിന്യാസം എന്താണ്? 287. മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എത്രയാണ്? 35. പിന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 17 അല്ലേ? ക്ലോറിൻ 35, 17. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 35-ൽ നിന്നും 17 കുറച്ച് എത്ര കിട്ടുക? 18 കിട്ടും അല്ലേ? 18 കിട്ടുക. പിന്നെ വാലൻസി 18. അപ്പം വാലൻസി എത്രയായിരിക്കും? സംയോജകത എത്രയായിരിക്കും? 1 അല്ലേ? സംയോജകത എത്രയായിരിക്കും? 1. ഇനി മൂലക കുടുംബത്തിൻ്റെ പേര് എന്താണ് അറിയപ്പെടുന്നത്? ഹാലജൻ ഫാമിലി എന്നാണ് അല്ലേ? ഹാലജൻ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ക്ലോറിൻ്റെ നിർമ്മാണം. ക്ലോറിൻ നിർമ്മാണത്തിൻ്റെ സമീകൃത രാസസമവാക്യം നൽകിയിരിക്കുന്നത് പരിശോധിക്കാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2KMnO4 HCl-മായി പ്രവർത്തിച്ചിട്ടുണ്ട്. KCl, MnCl2, അതുപോലെ തന്നെ ജലം ക്ലോറിനൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ഈ പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? KMnO4 അല്ലേ? പൊട്ടാസ്യം അല്ലേ? KMnO4 ഉണ്ട്. അതുപോലെ തന്നെ HCl വേണ്ട. HCl അല്ലേ? KMnO4-ഉം HCl-ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ബീക്കറിൽ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ KMnO4-ഉം HCl-ഉമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? നോക്കിയൊക്കെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? KCl അല്ലേ? KCl, MnCl2, H2O, അതുപോലെ തന്നെ ക്ലോറിനും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? KCl എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. അതുപോലെ തന്നെ MnCl2 എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നീസ് ക്ലോറൈഡ് ആണ്. പിന്നെ ജലവും നമുക്ക് ക്ലോറിനും ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ. ലഭിച്ച ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലെയും കടത്തിവിട്ടതിന് ശേഷമാണ് ജാറിൽ ശേഖരിക്കുന്നത്. എന്തുകൊണ്ടാണ്?
ലഭിച്ച ക്ലോറിൻ വാതകം, അങ്ങനെ ലഭിച്ചിട്ടുള്ള ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലെയും കടത്തിവിടും. അതിനുശേഷമാണ് ജാറിൽ ശേഖരിക്കുക. എന്ന കാരണമാണ് ക്ലോറിൻ വാതകത്തിനോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ജലത്തിലൂടെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം അതിൽ ലയിക്കും. അതിനാലാണ് നമുക്ക് ക്ലോറിൻ മാത്രം ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാണ്, ജലത്തിലൂടെ കടത്തിവിടാണ് അല്ലേ. ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ നീക്കം ചെയ്യാനാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ഇതിലുള്ള ജലാംശം കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ജലത്തിലൂടെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ബാഷ്പം പോകും. സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ ബാഷ്പവും പോകും. ഇനി ക്ലോറിൻ്റെ ഭൗതിക ഗുണങ്ങൾ ഏതൊക്കെയാണ്? പച്ച കലർന്ന മഞ്ഞ നിറം, രൂക്ഷഗന്ധം, വായുവിനേക്കാളും സാന്ദ്രത കൂടുതലാണ്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം എന്താ നോക്കി നോക്കിയേ. ക്ലോറിൻ വാതകം നിറച്ച രണ്ട് ജാറുകൾ എടുക്കുക. അതിലേക്ക് നിറമുള്ള ഒരു തുണി കഷ്ണങ്ങളാക്കുക. രണ്ട് കഷ്ണങ്ങളാക്കുക. അവയിൽ ഈർപ്പമില്ലാത്ത തുണി ഒരു ജാറിലും രണ്ടാമത്തേതിൽ ഈർപ്പത്തോട് കൂടിയ തുണി മറ്റേ ജാറിലും നിക്ഷേപിക്കുക. രണ്ട് ജാറുകളിലെയും തുണികളുടെയും നിറത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? തുണികളുടെ നിറത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? നനഞ്ഞിരിക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. നനഞ്ഞ ജാറിൽ ഈർപ്പത്തോട് കൂടിയിട്ടുള്ള തുണി ഉണ്ടല്ലോ, അത് എന്ത് സംഭവിക്കും? കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈർപ്പമില്ലാത്തത് പറഞ്ഞില്ലേ, ഈർപ്പമില്ലാത്ത തുണി എന്ന് പറഞ്ഞില്ലേ, ഈർപ്പമില്ലാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. ഇനി ചുവടെ തന്നിരിക്കുന്ന രാസസമവാക്യങ്ങൾ വിശകലനം ചെയ്യൂ. ജലം ക്ലോറിനും കൂടി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോക്ലോറിക് ആസിഡും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവായതിനാൽ അത് വിഘടിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാക്കുന്നു. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സീകാരിയായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ജലം ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവാണ്. അതിനാൽ തന്നെ അത് വീണ്ടും വിഘടിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ അല്ലേ, ശക്തിയേറിയ ഒരു ഓക്സിജനും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതായത് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്ഥിരത കുറവാണ്. അപ്പോൾ അത് വിഘടിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറും. അതുപോലെ തന്നെ എന്തായിട്ട് മാറും? ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. ഈ നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സീകാരിയായിട്ട് പ്രവർത്തിച്ചിട്ട് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. ഇനി ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണം. ജലശുദ്ധീകരണത്തിനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്? ഈർപ്പരഹിതമായിട്ടുള്ള കുമ്മായ പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. കുമ്മായ പൊടിയിൽ എന്ത് കടത്തിവിടാണ്? ക്ലോറിൻ വാതകം കടത്തിവിടാണ്. അങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. കണ്ടോ, ക്ലോറിൻ വാതകം കടത്തിവിട്ടു എന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലീച്ചിങ് വാതകം നിർമ്മിക്കുന്നത്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് കേട്ടോ. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, ആൻറ്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അണുനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആൻറ്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അണുനാശിനിയായിട്ടും ഉപയോഗിക്കുന്നു. ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? 2 ml സോഡിയം ക്ലോറൈഡ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് 2-3 തുള്ളി സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുക. അപ്പോൾ എന്തായിരിക്കും നിരീക്ഷണം? അപ്പോൾ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. ഈ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും എന്താണ്? ഈ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ. ഈ വെളുത്ത അവക്ഷിപ്തം എന്ന് വെച്ചാൽ ഏതാണ്? സിൽവർ ക്ലോറൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ലഭിക്കുന്ന കട്ടിയുള്ള വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലേക്ക് എന്ത് ചേർക്കാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവക്ഷിപ്തം അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിക്കുന്നു. ഇപ്രകാരമാണ് ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിന് തന്നെ സോഡിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അമോണിയം ഒരു വെളുത്ത അവക്ഷിപ്തം, അതായത് സിൽവർ ക്ലോറൈഡ് ഉണ്ടായി, അതിലേക്ക് എന്ത് ചേർക്കാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കാണ്. അപ്പോൾ അത് ജലത്തിൽ ലയിക്കുന്ന ഇത് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ക്ലോറൈഡ് ലവണങ്ങളെ തിരിച്ചറിയുന്നത്. ഇനി അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ്
ക്ലോറിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കി ചുവടെ ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അവയിൽ യോജിച്ചവ എഴുതാൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഏതായിരുന്നു ലഭിച്ചത്? ഓക്സിജനാണ് ലഭിച്ചത് അല്ലേ. ഉയർന്ന താപനിലയിൽ നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നം ഏതാണ്? നൈട്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു അല്ലേ. നൈട്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി അല്ലേ. നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഹൈഡ്രജനോടൊപ്പം ഉപയോഗിച്ച അഭികാരകം ഏതാണ്? നൈട്രജനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ചില അലോഹങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കി പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ കേട്ടോ. ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഓക്കെ, ചില വാതകങ്ങൾ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ? ചില വാതകങ്ങൾ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ ചൂടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? KMnO4ൻ്റെ താപീയ വിഘടന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിനാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? നൈട്രജനാണ്. പിന്നെന്താണ്? ജ്വലന സ്വഭാവമുള്ളതും ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലഭിക്കുന്നതുമായിട്ടുള്ള വാതകം ഏതാണ്? ഹൈഡ്രജനാണ് അല്ലേ. ഇനി ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളും അമോർഫസ് രൂപാന്തരങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നോക്കി എഴുതിക്കോളൂ. ഇതൊക്കെയാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ഫുള്ളറിൻ ഒക്കെ എന്താണ്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. അമോർഫസ് രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ചാർക്കോൾ, കോക്ക്, കൽക്കരി, വിളക്കുകരി ഒക്കെ എന്താണ്? അമോർഫസ് രൂപാന്തരങ്ങളാണ്. നമുക്ക് തന്നിട്ടുള്ള പഠിച്ചിട്ടുള്ള ഭാഗമില്ലേ, അത് തന്നെയാണ്. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ഒരു ക്ലോറൈഡ് ലവണത്തെ തിരിച്ചറിയാനുള്ള പരീക്ഷണമാണ്. തന്നിരിക്കുന്ന ലവണത്തിൻ്റെ ലായനിയിൽ AgNO3 ലായനി ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലായി ക്ലോറൈഡ് അയോൺസ് ഉണ്ടായെന്ന് മനസ്സിലായി അല്ലേ. ക്ലോറിൻ അയോൺസ് ഉണ്ടായെന്ന് മനസ്സിലായി. ഉണ്ടാകുന്ന അവക്ഷിപ്തത്തിൽ NH4OH ലായനി ചേർക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ലയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പായി അവിടെ എന്തുണ്ടെന്നുള്ളത്, ക്ലോറൈഡ് ലവണം ഉണ്ടെന്നുള്ളത് ഉറപ്പായി. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഏറ്റവും അനുയോജ്യമായ വാതകം ഏതാണ്? നോക്കി, റോക്കറ്റ് ഇന്ധനങ്ങളിൽ നിഗമനം മനസ്സിലായല്ലോ അല്ലേ. നിഗമനം എന്താണ്? ഇപ്പം തന്നിരിക്കുന്ന ലവണത്തിൻ്റെ ലൈനിൽ AgNO3 ലൈനിൽ ചേർക്കുകയാണെങ്കിൽ തൈര് പോലെ കട്ടിയുള്ള വെളുത്ത അവശിഷ്ടം ഉണ്ടാകും. അപ്പോൾ നിഗമനം എന്താണ്? സിൽവർ ക്ലോറൈഡിൻ്റെ വെളുത്ത അവശിഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഉണ്ടാകുന്ന അവശിഷ്ടത്തിൽ NH4OH ലൈനിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്ത അവശിഷ്ടം ലയിച്ച് ചേരും. അപ്പോൾ എന്താണ്? സിൽവർ ക്ലോറൈഡ് NH4OH ലയിക്കുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായിട്ടുള്ള വാതകം കണ്ടെത്താൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഓക്സിജനാണ്. ഇനി ഓസോൺ ശോഷണത്തിന് കാരണമായ ഏതൊക്കെയാണ്? CFC, ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെ തന്നെ ക്ലോറിനും. ഇനി വാഹനങ്ങളിൽ ടയറുകൾ നിറയ്ക്കുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? നൈട്രജനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോയിലിംഗ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നുണ്ട്. ബോയിലിംഗ് ട്യൂബിലേക്ക് ഉള്ളിലേക്ക് എറിയുന്ന തീപ്പെട്ടി കൊള്ളി കടത്തി വിടുക. അപ്പോൾ എന്താണ്? നിരീക്ഷണം ഉണ്ടായ വാതകം ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ. ആളിക്കത്താണ് ചെയ്യുക. അവിടെ ഉണ്ടായ വാതകം ഏതാണ്? ഓക്സിജൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോറിൻ വാതകം ലാബിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്ലോറിൻ വാതകം നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? ക്ലോറിൻ വാതകം നിർമ്മിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം? KMnO4 വേണം. അതുപോലെ തന്നെ എന്താണ്? നേർപ്പിച്ച HCl അല്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ പരീക്ഷണം, അത് തന്നെയാണ്. HCl ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോറിൻ വാതകം ജലത്തിലൂടെ കടത്തിവിട്ട് ശേഖരിക്കുന്നുവെങ്കിൽ എന്താണ്? ക്ലോറിൻ വാതകം ജലത്തിലൂടെ കടത്തിവിട്ട് ശേഖരിക്കുന്നതിന് കാരണം എന്താണ്? അതിലെന്താണ്? ജലത്തിൻ്റെ ബാഷ്പം HCl എന്ത് ചെയ്യുന്നുണ്ട്? ബാഷ്പത്തെ ലയിപ്പിക്കുന്നുണ്ട് അല്ലേ. ക്ലോറിൻ വാതകം ജലത്തിലൂടെ കടത്തിവിട്ട് ശേഖരിക്കാൻ കാരണം എന്താണ്? HCl ബാഷ്പത്തെ ലയിപ്പിക്കുന്നതിനായിട്ടാണ്. ഇനിയും എന്താണ്? ക്ലോറിൻ വാതകം ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. കാരണം എന്താണ്? ജലബാഷ്പത്തെ ലയിപ്പിക്കുന്നതിനായിട്ടാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ഇനി ക്ലോറിൻ്റെ ബ്ലീച്ചിങ്ങിന് ഈർപ്പം ആവശ്യമാണ്. അതിനുള്ള കാരണം വ്യക്തമാക്കുക. എന്താണ് കാരണം? ഈ ജലം ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതന്നെ. ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവാണ്. അതിനാൽ തന്നെ അത് വിഘടിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും
നവജാത ഓക്സിജനും ഉണ്ടാകും. ഈ നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു സ്വീകാര്യമായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി രാസവളം പൂർണ്ണമായി ഉപേക്ഷിച്ച് ജൈവവള പ്രയോഗം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ജൈവവളം രാസവളം തമ്മിലുള്ള ഡിഫറൻസിയേഷൻ പഠിച്ചില്ല, അത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, രാസവളം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഈ കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും സുലഭമായി ലഭിക്കുന്നതിനൊക്കെ ഈ 3 പോഷകഘടകങ്ങൾ അല്ലേ, അത് വേഗം ലഭിക്കുന്നതിന് രാസവളമാണ് ഉപയോഗിക്കുന്നത്. രാസവളം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ജൈവവളം ഉപയോഗിക്കണം. ഇത് പരിസ്ഥിതി സൗഹൃദമാണ്, മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നില്ല, മലിനീകരണ സാധ്യത കുറയ്ക്കുകയും ചെയ്യണം. നെക്സ്റ്റ്, പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ വാതകം നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് വേണ്ടത്? ഡൈല്യൂട്ട് HCl വേണം, നേർപ്പിച്ച HCl വേണം അല്ലേ, നേർപ്പിച്ച HCl വേണം. അതുപോലെ തന്നെ സിങ്ക് വേണ്ട, സിങ്ക് തരികളും വേണം. ഉണ്ടായ വാതകം ഹൈഡ്രജൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഉണ്ടായ വാതകം ഹൈഡ്രജൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിനടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? തീയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അത് നന്നായിട്ട് പൊട്ടിയില്ലേ അല്ലേ, ഒരു വലിയ ശബ്ദത്തോട് കൂടി, അപ്പം കൂടെ പൊട്ടിയതിനാൽ തന്നെ നമുക്കത് മനസ്സിലായി അത് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി എന്താണ്? ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിച്ചാലുണ്ടാകുന്ന മേന്മകൾ ഏതെല്ലാമാണ്? എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? കലോറിക മൂല്യം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൊല്യൂഷൻ കുറവാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയ്ക്കാണ്. ഇവയിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ഇനി കലോറിക് മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? കലോറിക് മൂല്യം എന്ന് വെച്ചാൽ കലോറിക് മൂല്യം എന്നാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത് അല്ലേ. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജത്തെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ്? ചില ഇന്ധനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യം കൂടുതലായിട്ടുള്ളത് ഏതിനാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഹൈഡ്രജനാണ് കലോറിക് മൂല്യം കൂടുതലായിട്ടുള്ളത്. ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കില്ല. കാരണം എന്താണ്? ഇത് സ്ഫോടനത്തോടെ കത്തൂലേ. ഇത് സംഭരിച്ച് വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനൊക്കെ ഭയങ്കര പ്രയാസമാണ്. നെക്സ്റ്റ് എന്താണ്? ക്രിസ്റ്റൽ ഘടനയുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് വജ്രം. വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. കാരണം എന്താണ്? വജ്രത്തിലെ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ല. അതിനാൽ തന്നെ വൈദ്യുതി കടത്തിവിടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കാർബണിൻ്റെ വൈദ്യുത ചാലകമായ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് അല്ലേ. ഗ്രാഫൈറ്റ് ആണ്. ഇനി ഗ്രാഫൈറ്റ് ആവാൻ അതിന് എന്താണ് കാരണം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈദ്യുത ചാലകം എന്ന് പറയാൻ കാരണം എന്താണ്? ഗ്രാഫൈറ്റിൻ്റെ ക്രിസ്റ്റൽ ഘടനയിലെ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള 3 കാർബണേറ്റ് ആറ്റായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഓരോ കാർബൺ ആറ്റത്തിലും ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഓരോ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ അവിടെ ഉണ്ട്. അതിനാൽ തന്നെ അവിടെ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഇനി ഈ രൂപാന്തരത്തിന് 2 ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഡ്രൈ സെയിൽ ഇലക്ട്രോണുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഖരസ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഗ്രാഫൈറ്റ് ഇനി ചേരുംപടി ചേർത്തുക. വജ്രം എന്താണ്? ആഭരണ നിർമ്മാണമാണ് അല്ലേ. ഗ്രാഫൈറ്റ് എന്താണ്? സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രഫീൻ ആണെന്നുണ്ടെങ്കിലോ നാനോ ടെക്നോളജിക്കും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽസ്യം കാർബണേറ്റും എടുത്തിരിക്കുന്നു. ഇതിലുണ്ടായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുക. രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം CaCO3 2HCl CaCl2 ഉണ്ടാകും. അതുപോലെ തന്നെ H2O ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഉണ്ടായ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തിവിടുന്നു. നിരീക്ഷണം എന്താണ്? ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകും. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് വരുന്നത് കേട്ടോ. അത് കാരണമാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.